ആ പ്രസിഡന്റ് കത്തിക്ക് ഇറക്കിയോ രാവിലെ ഇറക്കാറായിട്ടില്ല. കൊച്ചി ഇതൊക്കെ കണ്ടുപഠിച്ച നാളത്തെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആകാനുള്ളതാണ്. നിങ്ങൾ സംസാരിക്കുക, സെക്രട്ടറി സംസാരിക്കും. ഷെയ്ൻ സംസാരിക്കടാ, സെക്രട്ടറി സംസാരിക്കും. ആ അത് സാരല്ല, കാറ്റല്ലേ. ചേട്ടാ കയറി മതി. അതിൽ ഇല കൊണ്ടിട്ട് അത് കത്തിക്കൊണ്ടിരിക്കും. അവനെ കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂ. പ്രിയ സഹകരണങ്ങളെ, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നേ ദിവസം ശ്രീമാൻ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പൂർവികർ അനുഭവിച്ച വേദനകളും കഷ്ടപ്പാടുകളും ഈ റോട്ടിൽ നിന്നുപോലും നമുക്ക് സംസാരിക്കാനോ ഒത്തുകൂടുവാനോ എന്തിന് നടക്കുവാൻ പോലും സാധിക്കാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ശ്രീമാൻ അയ്യങ്കാളി നമുക്ക് നേരിട്ടതാണ് ഈ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ഈ ഒത്തുചേർന്ന് നിന്ന് സംസാരിക്കുവാനും കൂടിച്ചേരുവാനുള്ള സ്വാതന്ത്ര്യം വരെ. പക്ഷേ ഈ സ്വാതന്ത്ര്യം ഇപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടോ അതോ നാം അനുഭവിക്കുന്നുണ്ടോ എന്ന് നാം എല്ലാവരും ഒന്ന് മനസ്സിലേക്ക് ആലോചിക്കേണ്ടതാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വേടൻ എന്നൊരു കലാകാരൻ നമുക്ക് വേണ്ടി വളരെയധികം പാട്ടുകൾ, നമ്മളെ പൂർവികര പാട്ടുകൾ പാടി ഈ കേരളം അല്ല ഇന്ത്യ വിട്ടും പുറത്തു പോയി നമ്മുടെ പൂർവികര കഥകൾ പറഞ്ഞ് നമ്മളെ സന്തോഷത്തിലാക്കുകയാണ്. അദ്ദേഹത്തെ പല കള്ളക്കേസിൽ നിന്നും കുടുക്കി ഒരിക്കലും നമ്മുടെ കഥകളും നമ്മുടെ ഉന്നമനത്തിനും ഒരിക്കലും മുന്നോട്ട് പോകാത്ത രീതിയിൽ അദ്ദേഹത്തെ തളച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളും ആ ഒരു വഴിയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി നമ്മൾ ഒത്തൊരുമിച്ച് വീണ്ടും ആ അയ്യങ്കാളി നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ്. ഓഗസ്റ്റ് 28-ാം തീയതിയാണ് സർക്കാർ നമുക്ക് അയ്യങ്കാളിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ മഹത്തായ ഈ ദിവസമാണ് നമ്മുടെ ഈ KPMS അതുപോലെ ഏറ്റവും കൂടുതൽ KPMS ഭാരവാഹികളും കുടുംബങ്ങളും ആഘോഷിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ഈ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ.